പ്രധാന വാർത്തകൾ വായിക്കുന്നത് ഗീത PV. ട്രെയിനിൽ നിന്നു ചാടിയ 12 പേർക്ക് ദാരുണാന്ത്യം. മുംബൈ. മഹാരാഷ്ട്രയിലെ ജൻഗാവിൽ ട്രെയിനിൽ നിന്ന് എടുത്തു ചാടിയ 12 പേർക്ക് ദാരുണാന്ത്യം. 41 പേർക്ക് പരിക്കേറ്റു. ഇവരിൽ പലരുടെയും നില ഗുരുതരമാണ്. മരണസംഖ്യ ഉയർന്നേക്കാം. ഇന്നലെ വൈകിട്ട് 5 മണിയോടെയാണ് ദുരന്തം. ലക്നൌവിൽ നിന്ന് മുംബൈയിലേക്ക് വരികയായിരുന്ന പുഷ്പക് എക്സ്പ്രസിന്റെ ബോഗികളിൽ ഒന്നിൽ നിന്ന് തീയും പുകയും ഉയരുന്നതു കണ്ട് എന്ന് ആരോ വിളിച്ചു പറഞ്ഞതാണ് കാരണം. ഇതോടെ ഈ ട്രെയിനിൽ ഉണ്ടായിരുന്നവർ ചങ്ങല വലിച്ചു നിർത്തി എടുത്തു ചാടുകയായിരുന്നു. ഇതേ സമയം സമീപത്തെ ട്രാക്കിലൂടെ വന്ന ബാംഗ്ലൂരു ഡൽഹി കർണാടക എക്സ്പ്രസ് ഇവരെ ഇടിക്കുകയായിരുന്നു. എന്നാൽ ട്രെയിനിൽ തീപിടുത്തമുണ്ടായതായി റെയിൽവേ സ്ഥിരീകരിച്ചിട്ടില്ല. ട്രെയിനിന്റെ വേഗം കുറഞ്ഞപ്പോൾ ചക്രത്തിൽ നിന്ന് പുക ഉയർന്നതാണെന്നും ഇത് കണ്ട് തീ പിടിച്ചതാണെന്ന് തെറ്റിദ്ധരിച്ചാണ് ഇവർ ചാടിയതെന്നുമാണ് വിവരം. 60ഓളം പേരാണ് ട്രെയിനിൽ നിന്ന് ചാടിയത്. ഇതിൽ 16ഓളം പേരെ ട്രെയിൻ ഇടിച്ചു. ഇവരിൽ 12 പേരാണ് മരണമടഞ്ഞതെന്നാണ് ആദ്യ റിപ്പോർട്ടുകൾ. പരിക്കേറ്റവർ ചികിത്സയിലാണ്. കോച്ചുകളിൽ ഒന്നിലെ ആക്സിലിൽ ബ്രേക്ക് ജാമായി പുകയുയർന്നതാണ് തീയാണെന്ന് തെറ്റിദ്ധരിച്ച് ചിലർ ബഹളമുണ്ടാക്കിയതെന്നാണ് സൂചന. ആക്സിൽ ചൂടായതാണെന്നും സംശയമുണ്ട്. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായി അധികൃതർ അറിയിച്ചു. മരണമടഞ്ഞവരുടെ ബന്ധുക്കൾക്ക് 5 ലക്ഷം രൂപ വീതവും നൽകുമെന്ന് മഹാരാഷ്ട്ര സർക്കാർ പ്രഖ്യാപിച്ചു. മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട്. ട്രംപ് ഭരണകൂടത്തിന്റെ ആദ്യ ചർച്ച ഭാരതവുമായി. വാഷിംഗ്ടൺ. ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം അധികാരമേറിയ ശേഷം ആദ്യമായുള്ള ഉഭയകക്ഷി ചർച്ച വിദേശകാര്യമന്ത്രി S. ജയശങ്കറുമായി. ഭാരത-US ബന്ധത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നതാണത്. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാട്സും വിദേശകാര്യമന്ത്രി S. ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തി. അയൽരാജ്യങ്ങളായ കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുമായോ അല്ലെങ്കിൽ ഏതെങ്കിലും നാറ്റോ സഖ്യ രാജ്യത്തു നിന്നുള്ള പ്രതിനിധിയുമായോ ആണ് പുതിയ ഭരണകൂടം അധികാരത്തിലെത്തിയാൽ ആദ്യത്തെ ഉഭയകക്ഷി ചർച്ച നടന്നിരുന്നത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഭാരത വിദേശകാര്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച ഭാരതവുമായുള്ള ബന്ധത്തിനു US നൽകുന്ന പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്നതായാണ് വിലയിരുത്തൽ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തവും സഹവർത്തിത്വവും പ്രധാന ചർച്ചാ വിഷയം എന്നാണ് റിപ്പോർട്ടുകൾ. രാജ്യവികസനത്തിന് അടിസ്ഥാനം കാലാവസ്ഥാ നീതി. ആറന്മുള. രാജ്യത്തിന്റെ വികസനം പ്രകൃതി സംരക്ഷണം ഉറപ്പാക്കിയുള്ളതാണെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. സുഗതകുമാരി നവതി ആഘോഷങ്ങളുടെ സമാപന പരിപാടിയായ സുഗതോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രകൃതിയോടിണങ്ങി ജീവിക്കുന്ന സാംസ്കാരികം വ്യക്തിഗതമായും സമൂഹപരമായും വളർത്തിയെടുക്കണം. രാജ്യത്തിന്റെ വികസനത്തിന് അടിസ്ഥാനം കാലാവസ്ഥാ നീതിയാണെന്ന ഉത്തമ ബോധ്യം നമുക്കുണ്ട്. അതിനാൽ പ്രകൃതിയോട് ഇഴുകിച്ചേർന്ന വികസന സംസ്കാരത്തിനാണ് നാം മുൻതൂക്കം നൽകുന്നത്. രാജ്യത്തെ ഹരിത ഹൈഡ്രജന്റെ ആഗോള ഹബ്ബാക്കാനുള്ള ശ്രമമാണ് നമ്മുടെ ലക്ഷ്യം. വെല്ലുവിളികൾ നിറഞ്ഞ പശ്ചാത്തലത്തിലൂടെയാണ് ലോകം കടന്നു പോകുന്നത്. അനിയന്ത്രിതമായ ഭൗതികവാദവും അടങ്ങാത്ത ഉപഭോക്തൃ സംസ്കാരവും വലിയ പാരിസ്ഥിതിക വെല്ലുവിളിയാണ് ഉണ്ടാക്കുന്നത്. കേരളത്തിലെ അടിക്കടിയുള്ള പ്രകൃതി ദുരന്തങ്ങൾ അടക്കം ഇതിന്റെ പ്രത്യാഘാതമാണ്. ഇതിൽ നിന്ന് മോചനം നേടാൻ നമുക്ക് സാധിക്കണം. എല്ലാ മേഖലയിലും ഹരിത മാനദണ്ഡത്തിന് നാം മുൻതൂക്കം നൽകുന്നു. കുംഭമേളയടക്കം ഈ ദൗത്യം മുൻനിർത്തിയാണ് നടക്കുന്നത്. രാജ്യത്തിന്റെ സംസ്കാരം പ്രകൃതി സംരക്ഷണത്തിൽ അടിസ്ഥാനപ്പെടുത്തിയാണ്. സുഗതകുമാരി അടക്കമുള്ളവർ ഇതിനുവേണ്ടി അഹോരാത്രം പരിശ്രമിച്ചവരാണെന്നും അദ്ദേഹം അനുസ്മരിച്ചു. നവതി ആഘോഷ സമിതി അംഗം പന്ന്യൻ രവീന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷനായി. ആശുപത്രിയിലെത്തിച്ച ഓട്ടോക്കാരനെ നന്ദി അറിയിച്ച് സെയ്ഫ് അലി ഖാൻ.
മുംബൈ അപകട സമയത്ത് സഹായിച്ച ഓട്ടോറിക്ഷക്കാരനെ കണ്ട് നന്ദി അറിയിച്ച് ബോളിവുഡ് താരം സെയ്ഫ് അലി ഖാൻ. കഴുത്തിലും നട്ടലിലും കുത്തേറ്റ് ശരീരത്തിൽ തറച്ച കത്തിയുമായി ചോരയിൽ കുളിച്ചു നിന്ന സെയ്ഫ് അലി ഖാനെ 8 മിനിറ്റ് കൊണ്ട് ലീലാവതി ആശുപത്രിയിലെത്തിച്ച ഓട്ടോ ഡ്രൈവർ ഭജൻ സിംഗ് റാണയെയാണ് താരം സന്ദർശിച്ചത്. ലീലാവതി ആശുപത്രിയിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. റാണയെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന സെയ്ഫിന്റെ ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. സെയ്ഫിന്റെ അമ്മ ഷർമിള ടാഗോറുമായും റാണ കൂടിക്കാഴ്ച നടത്തി. തന്റെ മകനെ സുരക്ഷിതമായി ആശുപത്രിയിൽ എത്തിച്ചതിന് നന്ദിയുണ്ടെന്ന് ഷർമിള ടാഗോർ പറഞ്ഞു. അപകട സമയത്ത് നടനാണെന്ന് തിരിച്ചറിഞ്ഞിരുന്നില്ല. എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാനാണ് ശ്രദ്ധ നൽകിയത്. അപ്പാർട്ട്മെന്റിന്റെ ഗേറ്റിന് സമീപത്ത് നിന്ന് ഒരു സ്ത്രീയുടെ കരച്ചിൽ കേട്ടു. ഓട്ടോ നിർത്തുവെന്ന് അവർ ഉറക്കെ പറഞ്ഞു. വാഹനം നിർത്തിയ ഉടൻ ചോരയിൽ കുളിച്ചൊരാൾ ഓട്ടോയിൽ വന്നു കയറി. ആരോ ആക്രമിച്ചതാണെന്ന് മനസ്സിലായെങ്കിലും ആരാണെന്ന് തിരിച്ചറിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ ഒപ്പം ഒരു യുവാവും ചെറിയൊരു കുട്ടിയും ഉണ്ടായിരുന്നു. ആശുപത്രിയിലെത്താൻ എത്ര മിനിറ്റ് എടുക്കുമെന്ന് സെയ്ഫ് ചോദിച്ചു. 8-10 മിനിറ്റിനുള്ളിൽ ആശുപത്രിയിൽ എത്തിച്ചു. അദ്ദേഹത്തിന്റെ വെള്ള കുർത്ത മുഴുവൻ ചോര പുരണ്ടിരുന്നു. അവരിൽ നിന്ന് പണം വാങ്ങാതെ ആശുപത്രിയിൽ നിന്ന് മടങ്ങി. ആ സമയത്ത് അവരെ സഹായിക്കാനായതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് റാണ പറഞ്ഞു. അപകട സമയത്ത് രക്ഷകയായ കെയർടേക്കർ മലയാളിയായ ഏലിയാമ്മ ഫിലിപ്പിനും പാരിതോഷികം നൽകാൻ സെയ്ഫും ഭാര്യ കരീനയും തീരുമാനിച്ചിട്ടുണ്ടെന്നും വിവരമുണ്ട്. ദമ്പതികളുടെ രണ്ടാമത്തെ മകൻ ജഹാംഗീറിന്റെ കെയർടേക്കറാണ് ഏലിയമ്മ. അതേസമയം കടുത്ത ദാരിദ്ര്യം, അസുഖബാധിതയായ അമ്മ ഇതെല്ലാമാണ് മോഷണത്തിന് പ്രേരിപ്പിച്ചതെന്ന് പ്രതി ഷെരീഫുൾ ഇസാം ഷെയ്സാദ് മൊഴി നൽകിയതായി പോലീസ് അറിയിച്ചു. ബോട്ട് ആൻഡ് മറൈൻ ഷോ തുടങ്ങി. കൊച്ചി ഇന്ത്യ ബോട്ട് ആൻഡ് മറൈൻ ഷോയുടെ 7ാമത് പതിപ്പിന് കൊച്ചി ബോൾഗാട്ടി പാലസ് ഇവന്റ് സെന്ററിൽ തുടക്കം. കോസ്റ്റ് ഗാർഡ് കേരള റീജിയൽ DIG N രവി ഉദ്ഘാടനം ചെയ്തു. നാളെ അവസാനിക്കും. രാവിലെ 11 മുതൽ വൈകിട്ട് 7 വരെയാണ് സന്ദർശനം. ഹിസ്ബുള്ള ഭീകരൻ ഷെയ്ഖ് ഹമാദി വെടിയേറ്റ് മരിച്ചു. ലെബനൻ US ഫെഡറൽ ഏജൻസിയായ FBI-യുടെ മോസ്റ്റ് വാണ്ടഡ് ഭീകര ലിസ്റ്റിലുള്ള മുതിർന്ന ഹിസ്ബുള്ള ഭീകരൻ ഷെയ്ഖ് മുഹമ്മദ് അലി ഹമാദി അജ്ഞാതരുടെ വെടിയേറ്റ് മരിച്ചു. ലെബനനിലെ ബേക്ക ജില്ലയിലെ വീടിന് സമീപത്ത് വെച്ച് അജ്ഞാതർ നിറയൊഴിക്കുകയായിരുന്നു എന്നാണ് വിവരം. 6 തവണ വെടിയേറ്റ ഹമാദിയെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. 153 യാത്രക്കാരും ജീവനക്കാരുമായി ഏഥൻസിൽ നിന്ന് റോമിലേക്ക് പോകുകയായിരുന്ന വിമാനം റാഞ്ചിയതിനാണ് FBI-യുടെ മോസ്റ്റ് വാണ്ടഡ് ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള 60 ദിവസത്തെ വെടിനിർത്തൽ കരാർ അവസാനിക്കുന്നതിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് ഹമാദിയുടെ വധം. താഴെ ചരക്കു വാഗൺ, മുകളിൽ യാത്രാ കോച്ചുകൾ. ഡബിൾ ഡെക്കർ ട്രെയിനിന്റെ രൂപകൽപ്പന തയ്യാർ. ന്യൂഡൽഹി താഴെ ചരക്കു വാഗണുകളും മുകളിൽ യാത്രാ കോച്ചുകളോടും കൂടിയ ഡബിൾ ഡെക്കർ ട്രെയിൻ നിർമ്മിക്കാൻ ഒരുങ്ങി. റെയിൽവേ ട്രെയിനിന്റെ രൂപകൽപ്പന പ്രധാനമന്ത്രി അംഗീകരിച്ചു. ഇതിൽ അന്തിമഘട്ട വിശദാംശങ്ങൾ തയ്യാറാക്കുകയാണെന്ന് റെയിൽവേ ബോർഡ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. യാത്രക്കാർക്ക് സൗകര്യപ്രദമായ രീതിയിലായിരിക്കും ട്രെയിനിന്റെ രൂപകൽപ്പന. റെയിൽവേയുടെ ചരക്ക് വരുമാന അടിത്തറ വൈവിധ്യവത്കരിക്കുന്നതിന് ഡബിൾ ഡെക്കർ ട്രെയിൻ വഴിയൊരുക്കും. റോഡ് ഗതാഗതത്തെ ആശ്രയിക്കുന്ന പാഴ്സലുകളും ഇ-കൊമേഴ്സ് ഷിപ്മെന്റുകളും ഇനി ഇതിലൂടെ കയറ്റി അയക്കാനാകും. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് തുറമുഖങ്ങളിലേക്കും ട്രെയിൻ സർവീസ് നടത്തുക. കപൂർത്തല കോച്ച് ഫാക്ടറിയിലാണ് 10 കോച്ചുകളുള്ള ട്രെയിനിന്റെ മാതൃക നിർമ്മിക്കുകയെന്നും അവർ കൂട്ടിച്ചേർത്തു. റെയിൽവേയുടെ ചരക്ക് വരുമാനത്തിന്റെ 60% കൽക്കരി, ഇരുമ്പയിര് എന്നിവയിൽ നിന്നാണ് ലഭിക്കുന്നത്. 2030ഓടെ 3000 ദശലക്ഷം ടൺ ചരക്ക് ഗതാഗതം എന്നതാണ് കേന്ദ്രം ലക്ഷ്യമിടുന്നത്. പാഴ്സൽ കയറ്റുമതി ഉൾപ്പെടെ മെച്ചപ്പെടുത്താനാണ് പദ്ധതി. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ സാധ്യതകൾ ആരായാനും കുറ്റമറ്റ രീതിയിൽ പദ്ധതി നടപ്പാക്കണമെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസ് റെയിൽവേ മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകി.
സംസ്ഥാന ടെലിവിഷൻ അവാർഡുകൾ പ്രഖ്യാപിച്ചു. മികച്ച ടെലിഫിലിം ആൺ പിറന്നോൾ. തിരുവനന്തപുരം 2023 സംസ്ഥാന ടെലിവിഷൻ അവാർഡുകൾ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പ്രഖ്യാപിച്ചു. ആൺ പിറന്നോൾ അമൃത TV ആണ് മികച്ച ടെലി സീരിയൽ. രണ്ടാമത്തെ ടെലി സീരിയലായി സുരഭിയും സുഹാസിനിയും ഫ്ലവേഴ്സ് TV തിരഞ്ഞെടുക്കപ്പെട്ടു. അനൂപ് കൃഷ്ണൻ മികച്ച സംവിധായകൻ, നടൻ എന്നീ പുരസ്കാരങ്ങൾ നേടി. മികച്ച നടിക്കുള്ള പുരസ്കാരം റിയ കുര്യാക്കോസ്. ആൺ പിറന്നോൾ മറിയം ഷനൂബ് എന്നിവർ പങ്കിട്ടു. മികച്ച ടെലിഫിലിമിനുള്ള പുരസ്കാരം അനൂപ് കൃഷ്ണൻ സംവിധാനം ചെയ്ത കൺമഷിക്ക് ലഭിച്ചു. കഥാകൃത്ത് ഗംഗ. വിനോദ പരിപാടി കിടിലം. ഹാസ്യ പരിപാടി ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി. സീസൺ 2. ഹാസ്യ അഭിനേതാവിന് അർഹതയുള്ള എൻട്രികൾ ഇല്ലാത്തതിനാൽ പുരസ്കാരം പ്രഖ്യാപിച്ചിട്ടില്ല. മികച്ച പുരുഷ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് നന്ദകുമാർ. വനിതാ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് പാർവതി എസ് പ്രകാശ്. മികച്ച രണ്ടാമത്തെ നടൻ സീനു രാഘവേന്ദ്ര. നടി അനുക്കുട്ടി. ബാലതാരം ആദിത് ദേവ്. ഛായാഗ്രഹകൻ ഷിഹാബ് ഓങ്ങല്ലൂർ. എഡിറ്റർ വിഷ്ണു എസ് പരമേശ്വർ. സംഗീത സംവിധായകൻ വിഷ്ണു ശിവശങ്കർ. സൗണ്ട് റെക്കോർഡിസ്റ്റ് നംഷാദ് എസ്. കലാസംവിധായകൻ മറിയം ഷനൂബ്. മികച്ച ലേഖനം ടെലിവിഷൻ ആചാരങ്ങളും ഡിജിറ്റൽ ചായക്കടകളും. പ്രത്യേക ജൂറി പരാമർശം ടെലിവിഷൻ കാഴ്ച നിർമ്മിതി. ശമ്പള പരിഷ്കരണമില്ല, ക്ഷാമബത്തയും. സംസ്ഥാന ജീവനക്കാർ വീണ്ടും വിചാരത്തിൽ. കോഴിക്കോട് സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം അടക്കമുള്ള ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന സംസ്ഥാന സർക്കാരിനോടും ഒപ്പം നിൽക്കുന്ന UDF-നോടും സർക്കാർ ജീവനക്കാർക്ക് പ്രതിഷേധം. സർവീസ് സംഘടനാ തലത്തിലുള്ള രാഷ്ട്രീയ നിലപാടുകളിൽ സർക്കാർ ജീവനക്കാർക്കിടയിൽ വീണ്ടും വിചാരം വ്യാപകമാണ്. സൂചനാ പണിമുടക്കുകൾ മാത്രം നടത്തി UDF അനുകൂല സംഘടനകളും ജീവനക്കാരെ വഞ്ചിക്കുകയാണെന്ന് ജീവനക്കാർ പറയുന്നു. 12ാം ശമ്പള പരിഷ്കരണം നടപ്പിലാക്കേണ്ടത് 2024 ജൂലൈയിലായിരുന്നു. ഒരു വർഷം കഴിഞ്ഞിട്ടും കമ്മീഷനെ നിശ്ചയിക്കാൻ പോലും സംസ്ഥാനത്തിന് കഴിഞ്ഞിട്ടില്ല. 2026 നടപ്പിലാക്കേണ്ട ശമ്പള പരിഷ്കരണത്തെക്കുറിച്ച് തീരുമാനിക്കാനുള്ള 8ാം ശമ്പള പരിഷ്കരണ കമ്മീഷനെ കേന്ദ്ര സർക്കാർ നിയമിച്ചു കഴിഞ്ഞു. സംസ്ഥാന സർക്കാർ കമ്മീഷനെ നിശ്ചയിച്ചാലും നടപടികൾ പൂർത്തിയാക്കാൻ 2 വർഷമെങ്കിലും എടുക്കും. സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ ജീവനക്കാരെ സർക്കാർ വഞ്ചിക്കുകയാണെന്ന് ജീവനക്കാരുടെ പരാതി. UDF-ഉം അനുകൂല സംഘടനകളും സർക്കാരിനോട് ഒത്തുതീർപ്പിന്റെ രീതിയിലാണ് തുടരുന്നതെന്ന് ജീവനക്കാർ ആരോപിക്കുന്നു. ഇന്നലത്തെ സൂചനാ പണിമുടക്ക് ജീവനക്കാരെ വഞ്ചിക്കലായിരുന്നെന്ന് NGO സംഘ് ആരോപിച്ചു. കഴിഞ്ഞ വർഷം സൂചനാ പണിമുടക്ക് നടത്തി. എന്നാൽ ആവശ്യങ്ങൾ പരിഗണിക്കാത്ത സാഹചര്യത്തിൽ അനിശ്ചിതകാല പണിമുടക്കിനു പകരം ജീവനക്കാരെ കബളിപ്പിക്കാനാണ് CPI-യുടെയും കോൺഗ്രസിന്റെയും സർവീസ് സംഘടനകൾ ശ്രമിക്കുന്നതെന്ന് NGO സംഘ് അടിസ്ഥാന അധ്യക്ഷൻ T ദേവാനന്ദൻ പറഞ്ഞു. 23% ക്ഷാമബത്തയാണ് സംസ്ഥാന ജീവനക്കാർക്ക് കുടിശ്ശിക. ഒരു സംസ്ഥാനത്തും ഈ സ്ഥിതിയില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് 2 തവണയായി 5% ക്ഷാമബത്ത നൽകി. അപ്പോഴും 39 മാസത്തെ കുടിശ്ശിക തുക നിഷേധിക്കുകയായിരുന്നു. ലീവ് സറണ്ടർ, പങ്കാളിത്ത പെൻഷൻ, മെഡിസെപ്പിന്റെ പരാജയം തുടങ്ങിയ നിരവധി പ്രശ്നങ്ങളിൽ സർക്കാർ ജീവനക്കാരുടെ പ്രതിഷേധം വഴിമാറ്റിവിടാൻ മാത്രമാണ് CPI, കോൺഗ്രസ് സംഘടനകൾ ശ്രമിക്കുന്നതെന്നാണ് ജീവനക്കാരുടെ പരാതി. അപേക്ഷിക്കാം. കോഴിക്കോട് ഫിസിക്കലി ചലഞ്ചഡ് ഓൾ സ്പോർട്സ് അസോസിയേഷൻ കേരളയും ഫ്യൂച്ചർ ഒളിമ്പ്യൻസ് പ്രൊഫഷണൽ ആർച്ചറി അക്കാദമിയും സംയുക്തമായി സ്കൂളുകളിൽ പഠിക്കുന്ന ഭിന്നശേഷിക്കാർക്കും മറ്റു കുട്ടികൾക്കുമായി നടത്തുന്ന സൗജന്യ ആർച്ചറി വെക്കേഷൻ ക്യാമ്പ് ആരംഭിക്കുന്നതിന് കോഴിക്കോട് ജില്ലയിലെ സ്കൂളുകളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. ഒളിമ്പിക്സ്, പാരാലിമ്പിക്സ്, സ്കൂൾ ഗെയിംസ് കായിക ഇനവും ദേശീയ അന്തർദേശീയ തലങ്ങളിൽ
നിരവധി അവസരങ്ങൾ ഉള്ള ആർച്ചറി സ്പോർട്സ് വളർത്തുന്നതിനും പുതിയ കായിക താരങ്ങളെ മേഖലയ്ക്ക് കൊണ്ടുവരുന്നതിനായി സൗജന്യ അമ്പെയ്ത്ത് ക്യാമ്പ് ആരംഭിക്കുന്നതിന് കുറഞ്ഞത് 70 മീറ്റർ സ്ഥലപരിധിയുള്ള സ്കൂളുകൾക്ക് അപേക്ഷിക്കാം. ആഴ്ചയിൽ 2 ദിവസങ്ങളിലായി ഏപ്രിൽ 1 മുതൽ മെയ് 20 വരെയാണ് വെക്കേഷൻ ക്യാമ്പ്. സ്കൂളുകൾ ജനുവരി. VP തേജയ്ക്ക് രക്ഷാമന്ത്രി പതക്. കൽപ്പറ്റ. മുണ്ടക്കൈ ചൂരൽമല ഉരുൾ ദുരന്തത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിസ്വാർത്ഥ സേവനം ചെയ്ത കേരള ബറ്റാലിയൻ 5 NCC അണ്ടർ ഓഫീസർ VP തേജയ്ക്ക് രക്ഷാമന്ത്രി പതക്. റിപ്പബ്ലിക് ദിനത്തിന് മുന്നോടിയായി ഡൽഹിയിൽ നടന്ന പരിപാടിയിൽ NCC കേഡറ്റുകൾക്ക് നൽകുന്ന പരമോന്നത ബഹുമതിയായ രക്ഷാമന്ത്രി പതക് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തേജയ്ക്ക് നൽകി ആദരിച്ചു. കൽപ്പറ്റയിലെ NMSM ഗവൺമെന്റ് കോളേജിലെ BA മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസത്തിൽ 3ാം വർഷ വിദ്യാർത്ഥിനിയാണ് തേജ. VP ബേബിയുടെയും സ്മിതയുടെയും മകളാണ് തേജ. ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശാനുസരണം ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അർപ്പണബോധവും നേതൃപാഠവും കാഴ്ചവെച്ചതിന്റെ ഭാഗമായാണ് ബഹുമതിക്ക് അർഹയായത്. കായികം. വിജയാഭിഷേകം തുടങ്ങി. ആദ്യ T20യിൽ ഇംഗ്ലണ്ടിനെ 7 വിക്കറ്റിന് തോൽപ്പിച്ചു. കൊൽക്കത്ത. ഇംഗ്ലണ്ടിനെതിരായ T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഭാരതത്തിന് തകർപ്പൻ ജയം. 5 മത്സര പരമ്പരയിൽ ഇന്നലത്തെ 7 വിക്കറ്റ് വിജയത്തോടെ ഭാരതം 1-ന് മുന്നിലെത്തി. അഭിഷേക് ശർമ്മയുടെ വെടിക്കെട്ട് അർദ്ധ സെഞ്ചുറിയായിരുന്നു മത്സരത്തിന്റെ ഹൈലൈറ്റ്. ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് 20 ഓവറിൽ 132 റൺസ് എടുത്ത് ഓൾ ഔട്ടായി. മറുപടി ബാറ്റിംഗിൽ ഭാരതം 12.5 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം കണ്ടു. 34 പന്തുകൾ നേരിട്ട അഭിഷേക് ശർമ്മ 5 ബൗണ്ടറികളും 8 സിക്സറും സഹിതം 79 റൺസ് എടുത്താണ് അത്യുഗ്രൻ പ്രകടനം കാഴ്ചവെച്ചത്. മികച്ച ബാറ്റിംഗിലൂടെ ഓപ്പണർ സഞ്ജു സാംസൺ ആണ് ഭാരതത്തിനായി മികച്ച ബാറ്റിംഗിന് തുടക്കമിട്ടത്. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് 0-ന് പുറത്തായി. തിലക് വർമ്മയും ഹാർദിക് പാണ്ഡ്യയും പുറത്താകാതെ നിന്നു. ഇംഗ്ലണ്ടിനായി ജോസ് ബട്ട്ലർ മാത്രമാണ് പൊരുതി നിന്നത്. മറ്റ് ഇംഗ്ലണ്ട് ബാറ്റർമാരെ ഒതുക്കിയ ഭാരത ബൗളിംഗിന് 3 വിക്കറ്റ് പ്രകടനവുമായി സ്പിന്നർ വരുൺ ചക്രവർത്തി മുന്നിൽ നിന്ന് നയിച്ചു. അർഷദീപ് സിംഗ്, ഹാർദിക് പാണ്ഡ്യ, അക്ഷർ പട്ടേൽ 2 വീതം വിക്കറ്റുകൾ നേടി. ഈസിയായി സിന്നർ. മെൽബൺ. ആതിഥേയ താരം അലക്സ് ഡി മിനോറിനെ അനായാസം തോൽപ്പിച്ച് ഇറ്റലിയുടെ ടോപ്പ് സീഡ് യാനിക് സിന്നർ ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് സെമിയിൽ പ്രവേശിച്ചു. മറ്റൊരു ക്വാർട്ടറിൽ ഇറ്റലിയുടെ ലൊറൻസോ സെനോഗോയെ തോൽപ്പിച്ച് അമേരിക്കയുടെ ബെൻ ഷെൽട്ടോണും സെമിയിൽ പ്രവേശിച്ചു. ഇഗ കേസ് സെമിയിൽ. മെൽബൺ. ഓസ്ട്രേലിയൻ ഓപ്പണിൽ ഇന്ന് നടക്കുന്ന സെമിയിലേക്ക് 2 വനിതാ സിംഗിൾസ് താരങ്ങൾ കൂടി മുന്നേറി. അമേരിക്കയുടെ എമ്മ നവാറോയെ തോൽപ്പിച്ച് പോളണ്ട് താരം ഇഗ സ്വായിടെക്കും എലേന സിറ്റോലിനയെ തോൽപ്പിച്ച് മാഡിസൺ കേസും സെമിയിലെത്തി. നേരിട്ടുള്ള സെറ്റ് വിജയത്തോടെ 6-1, 6-2-നാണ് ഇഗ 3 വർഷത്തിന് ശേഷം ഓസ്ട്രേലിയൻ ഓപ്പൺ സെമിയിലെത്തിയത്. മാഡിസൺ കേസിന്റെ മുന്നേറ്റം സിറ്റോലിനയെ സ്കോർ 3-6, 6-3, 6-4-ന് തോൽപ്പിച്ചാണ്. ഇന്ന് നടക്കുന്ന മറ്റൊരു വനിതാ സിംഗിൾസ് സെമിയിൽ നിലവിലെ ജേതാവ് അരൈന സബലെങ്ക പോളോ ബഡോസയെ നേരിടും. ഇടവേളയ്ക്ക് ശേഷം രഞ്ജി. സൂപ്പർ താരങ്ങൾ കളത്തിൽ. കേരളം മധ്യപ്രദേശിനെതിരെ. മുംബൈ. ആഭ്യന്തര ക്രിക്കറ്റിൽ പരിമിത ഓവർ ചാമ്പ്യൻഷിപ്പുകളുടെ ഇടവേളയ്ക്ക് ശേഷം സീസണിലെ രഞ്ജി ടൂർണമെന്റ് ഇന്ന് പുനരാരംഭിക്കും. ഭാരത നായകൻ രോഹിത് ശർമ്മ കളത്തിലിറങ്ങുന്നതാണ് ഇന്നത്തെ രഞ്ജി മത്സരങ്ങളിൽ ശ്രദ്ധേയമാകുന്നത്. ഭാരതത്തെ നയിച്ചിട്ടുള്ള അജിങ്കു രഹാനെയ്ക്ക് കീഴിലിറങ്ങുന്ന സ്വന്തം
ടീമായ മുംബൈക്ക് വേണ്ടിയാണ് രോഹിത് ഇന്നിറങ്ങുന്നത്. ജമ്മു കാശ്മീരാണ് എതിരാളികൾ. അടുത്തിടെ നാട്ടിൽ ന്യൂസിലൻഡിനെതിരെയും എവേ പരമ്പരയിൽ ഓസ്ട്രേലിയക്കെതിരെയും ടെസ്റ്റിൽ ഭാരതത്തിന്റെ സീനിയർ ബാറ്റർമാർ പൂർണ്ണ പരാജയമായ പശ്ചാത്തലത്തിൽ BCCI സ്വീകരിച്ച കടുത്ത നിലപാടിനെ തുടർന്നാണ് രോഹിത്തും വിരാട് കോഹ്ലിയും എല്ലാ ആഭ്യന്തര ക്രിക്കറ്റിൽ കളിക്കുന്നതിന് സാഹചര്യം ഒരുങ്ങിയത്. അടുത്ത ആഴ്ച നടക്കുന്ന മത്സരത്തോടെയാകും രോഹിത് സ്വന്തം ടീമായ ഡൽഹിക്ക് വേണ്ടി രഞ്ജിയിൽ ഇറങ്ങുക. കേരളത്തിന്റെ മത്സരം മധ്യപ്രദേശ് മത്സരം. സീസണിൽ 5 മത്സരങ്ങൾ പിന്നിട്ടപ്പോൾ മികച്ച റെക്കോർഡാണ് കേരളത്തിനുള്ളത്. ഇതുവരെ തോൽവി അറിഞ്ഞിട്ടില്ല. 5 കളികളിൽ 2 ജയവും 3 സമനിലയും. എലൈറ്റ് ഗ്രൂപ്പ് സിയിൽ കരുത്തരായ ഹരിയാനയ്ക്ക് പിന്നിൽ 12 പോയിന്റുമായി 2ാം സ്ഥാനക്കാർ. ഇന്ന് നേരിടുന്ന മധ്യപ്രദേശ് പട്ടികയിൽ 6ാം സ്ഥാനത്താണ്. നവോമി ഗിർമ ചെൽസിയിൽ. ലണ്ടൻ. വനിതാ ക്ലബ്ബ് ഫുട്ബോളിൽ ലോക റെക്കോർഡ് തുകയിൽ അമേരിക്കൻ പ്രതിരോധ താരം നവോമി ഗിർമയെ പ്രീമിയർ ലീഗ് ക്ലബ്ബ് ചെൽസി സ്വന്തമാക്കി. ജനുവരി ട്രാൻസ്ഫറിൽ 1.1 ദശലക്ഷം അമേരിക്കൻ ഡോളറിനാണ് ചെൽസി ഗിർമയെ ടീമിലെടുത്തത്. ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു വനിതാ ഫുട്ബോളർക്കായി 1 ദശലക്ഷം അമേരിക്കൻ ഡോളർ കവിഞ്ഞ തുകയ്ക്ക് ട്രാൻസ്ഫർ നടത്തുന്നത്. സാംബിയ സ്ട്രൈക്കർ